ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തമിഴ്നാട്ടിൽ പ്രസംഗിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു വട്ടം വാതിൽ മുട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് വാതിൽ മുട്ടുന്നതിൻ്റെയും ഒന്നാമത് മുട്ടിയതിൻ്റെയും ഇടയിൽ 4 റക്അത്ത് നിസ്കാരത്തിന്റെ ഗ്യാപ്പ് ഇടണം എന്നാണ്. 4 റക്അത്ത്. അതെന്തുകൊണ്ട്? ചിലപ്പോൾ വൈഫ്, ഉമ്മ, പെങ്ങള് നിസ്കാരത്തിന് കൈ കെട്ടിയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഉമ്മ, അതാണ് ശരിക്കും ഒരു ഇസ്ലാമിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ആരെ ഇതെല്ലാം പാലിക്കുന്നു? നമ്മൾ മൂത്രയ്ക്കാൻ മുട്ടി തുറക്കുക പറയുന്നത്. അങ്ങനെ മുട്ടുന്നവരെ കാത്തിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ? ആവും പറ്റൂല. ഇങ്ങനെയല്ലേ നമ്മുടെ ലൈഫ്. എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചിരി വരുന്നത്? ഒരു തമാശക്ക് ചിരി വരണമെങ്കിൽ 3 ഷർട്ട് ഉണ്ടോ? അതിൽ ഒന്ന് സ്വന്തം അനുഭവം ആവുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ചിരി വരുന്നത്. ഇല്ലാത്ത പറയുമ്പോൾ ചിരിയൊന്നും വരില്ല. ഇല്ലാത്ത പറയുമ്പോൾ ചിരി വരും. ജർമ്മനിയിലെ ബെർലിൻ കാടുകളിൽ കാണുന്ന ചിട്രോമ എന്ന ജീവി, നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അങ്ങനെ ജീവി ഇല്ല. ഉള്ളത് പറയുമ്പോഴാണ് ശരിയല്ലേ എന്ന് ഓർത്തിട്ട് ചിരി വരുന്നത് നമുക്ക്. ഉള്ളത് പറയുന്നത് ഇതൊന്നും ആൾക്കാർ ഇങ്ങനെ നടക്കും. അപ്പൊ നമ്മൾ വളരെ സോഫ്റ്റ് ആവണം. എല്ലായിടത്തും നടക്കുമ്പോ, ഇരിക്കുമ്പോ, കിടക്കുമ്പോ ഒച്ചപ്പാടില്ലാത്ത ഒരു ലൈഫായിരിക്കണം നമ്മളെ ലൈഫിലുണ്ടാവും. ഒച്ചപ്പാടുകളില്ലാത്ത ലൈഫ്. അങ്ങനെയാണ്. ഒച്ചപ്പാടുകളില്ലാത്ത ലൈഫ്, വളരെ സൈലന്റ് ആയ ലൈഫ്. അതാണ് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹ് പറഞ്ഞത്, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. എവിടെ? മദീനയിൽ ശബ്ദം ഉയർത്തരുത്, മൗലിദിന്റെ മജ്ലിസിൽ ശബ്ദം ഉയർത്തരുത്, ഹദീസിന്റെ ക്ലാസ്സിൽ ശബ്ദം ഉയർത്തരുത്, ഷമാഇലിന്റെ ദർസിൽ ശബ്ദം ഉയർത്തരുത്. നബി തങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളൊക്കെ വളരെ ശബ്ദം താഴ്ത്തിയിട്ടുള്ള ലൈഫായിരിക്കും. മെല്ലെ സംസാരിക്കാം, മെല്ലെ സംസാരിക്കും. ഭയങ്കര രസമായിരിക്കും അങ്ങനെ ജീവിക്കാൻ. ചില ആൾക്കാർക്ക് ഗൾഫിൽ പോയാൽ ചെറുപ്പക്കാർ പറയും, ഓൻ പോയതിന് ശേഷം ഒരു ഒച്ചപ്പാടില്ല. ഓൻ പോകുന്നല്ലേ വേണ്ടത്, ഒച്ചപ്പാട് എന്തിനാന്നുള്ളത്? എന്തിനോന്? ഒച്ചപ്പാടില്ലാത്ത ലൈഫാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഗ്ലാസ് ഈ ടേബിളിന്റെ മേലെ നല്ല ശബ്ദത്തോടു കൂടി വെക്കാനും പറ്റും, മെല്ലെ വെക്കാനും പറ്റും. ഇൻസ്റ്റഗ്രാം ടീമോ ഒച്ചപ്പാടാക്കും, മദീന ടീം മെല്ലെ മെല്ലെ മെല്ലെ. അങ്ങനെയാണ്. അങ്ങനെ അപ്പൊ നമ്മൾ വരുന്നത്, നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത് എല്ലാം അങ്ങനെ തന്നെ. നമ്മളെ ലൈഫിൽ ഇത് കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സോഫ്റ്റ് ആയിട്ട്, സ്പീഡിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ. പാടില്ല, മെല്ലെ ഭക്ഷണം കഴിക്കണ്ടേ. അങ്ങനെയല്ലേ നമ്മളെ ലൈഫ്.